ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ്. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മുടെ ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. അപ്പോൾ കുറേയേറെ നമ്മുടെ പോസിറ്റീവ് കമൻസും ഉണ്ടായിരുന്നു, നെഗറ്റീവ് കമൻസും ഉണ്ടായിരുന്നു. എല്ലാ കമൻസും വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള റിപ്ലൈ പിന്നെ നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നമ്മുടെ ചോദ്യം നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം: ഗുരുവായൂർ ക്ഷേത്രത്തിൽ അവർണ ഹിന്ദുക്കൾക്ക് പ്രവേശന സ്വാതന്ത്ര്യം അനുവദിച്ച് കിട്ടിയ മദ്രാസ് സർക്കാരിൻ്റെ ക്ഷേത്രപ്രവേശന നിയമം നിലവിൽ വന്നത് എന്നാണ് 1947 ജൂൺ 12. അപ്പോൾ നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അവർണ ഹിന്ദുക്കൾക്ക് പ്രവേശന സ്വാതന്ത്ര്യം കിട്ടിയ മദ്രാസ് സർക്കാരിൻ്റെ ക്ഷേത്രപ്രവേശന നിയമം നിലവിൽ വന്നതെന്നാണ് 1947 ജൂൺ 12. ചോദ്യം ഒന്നുകൂടി: ഗുരുവായൂർ ക്ഷേത്രത്തിൽ അവർണ ഹിന്ദുക്കൾക്ക് പ്രവേശന സ്വാതന്ത്ര്യം അനുവദിച്ച് കിട്ടിയ മദ്രാസ് സർക്കാരിൻ്റെ ക്ഷേത്രപ്രവേശന നിയമം നിലവിൽ വന്നതെന്നാണ് 1947 ജൂൺ 12. അടുത്ത ചോദ്യമാണ്: പ്രേതബാധ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ക്ഷേത്രം. അത് ചോറ്റാനിക്കര ക്ഷേത്രമാണ്. അപ്പോൾ പ്രേതബാധ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ക്ഷേത്രം ഏതാണ്? ചോറ്റാനിക്കര ക്ഷേത്രമാണ്. പ്രേതബാധ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ക്ഷേത്രം ഏത്? ചോറ്റാനിക്കര ക്ഷേത്രമാണ്. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യമാണ്: നിലവിളക്കിലെ തിരി ഏത് ദേവനെ സൂചിപ്പിക്കുന്നു? ഏത് ദേവനെയാണ്? ശിവനെയാണ്. അപ്പോൾ നിലവിളക്കിലെ തിരി ഏത് ദേവനെ സൂചിപ്പിക്കുന്നു? ശിവനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിലവിളക്കിലെ തിരി ഏത് ദേവനെ സൂചിപ്പിക്കുന്നു? ആരെയാണ്? അത് ശിവനെയാണ്. അടുത്ത: വിവേകാനന്ദൻ്റെ ഗുരു ആരാണ്? അത് എല്ലാവർക്കും അറിയാം, ശ്രീരാമകൃഷ്ണ പരമഹംസറാണ്. അപ്പോൾ വിവേകാനന്ദൻ്റെ ഗുരു ആരാണ്? അത് ശ്രീരാമകൃഷ്ണ പരമഹംസറാണ്. അപ്പോൾ വിവേകാനന്ദൻ്റെ ഗുരു ആരാണ്? ശ്രീരാമകൃഷ്ണ പരമഹംസരാണ്. അടുത്ത ചോദ്യം: ഷഷ്ഠി വ്രതം ആരുടെ പ്രീതിക്ക് വേണ്ടിയാണ്? ഷഷ്ഠി വ്രതം? അത് സുബ്രഹ്മണ്യൻ്റെ പ്രീതിക്ക് വേണ്ടിയാണ്. അപ്പോൾ ഷഷ്ഠി വ്രതം ആരുടെ പ്രീതിക്ക് വേണ്ടിയാണ്? സുബ്രഹ്മണ്യൻ്റെ പ്രീതിക്ക് വേണ്ടിയാണ്. അപ്പോൾ ഷഷ്ഠി വ്രതം ആരുടെ പ്രീതിക്ക് വേണ്ടിയാണ്ട? സുബ്രഹ്മണ്യൻ്റെ പ്രീതിക്ക് വേണ്ടിയാണ്. അടുത്ത അഞ്ചാമത്തെ ചോദ്യം: ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരെന്ത്? കുഞ്ഞൻ പിള്ള എന്നാണ്. അപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരെന്താണ്? കുഞ്ഞൻ പിള്ള എന്നാണ്. അടുത്ത ചോദ്യം: വിഷ്ണുവിന് ഉപയോഗിക്കുന്ന പൂജാപുഷ്പമേത്? എല്ലാവർക്കും അറിയാം, അത് തുളസിയാണ്. അപ്പോൾ വിഷ്ണുവിന് ഉപയോഗിക്കുന്ന പൂജാപുഷ്പമേതാണ്? അത് തുളസിയാണ്. അപ്പോൾ വിഷ്ണുവിന് ഉപയോഗിക്കുന്ന പൂജാപുഷ്പം ഏതാണത്? തുളസിയാണ്. അടുത്ത്: അദ്വൈത മതം സ്ഥാപിച്ചതാര്? ശങ്കരാചാര്യരാണ്. അപ്പോൾ അദ്വൈത മതം സ്ഥാപിച്ച ആരാണ്? ശങ്കരാചാര്യരാണ് അദ്വൈത മതം സ്ഥാപിച്ചത്. അടുത്ത ചോദ്യമാണ്, നമ്മുടെ എട്ടാമത്തെ ചോദ്യമാണ്: നിലവിളക്കിൻ്റെ തണ്ട് ഏത് ദേവനെ സൂചിപ്പിക്കുന്നു? അത് വിഷ്ണുദേവനെയാണ്. അപ്പോൾ നമ്മുടെ നിലവിളക്കിൻ്റെ തണ്ട് ഏത് ദേവനെ സൂചിപ്പിക്കുന്നു? വിഷ്ണുവിനെയാണ് സൂചിപ്പിക്കുന്നത്. ചോദ്യം ഒന്നുകൂടി: നിലവിളക്കിൻ്റെ തണ്ട് ഏത് ദേവനെ സൂചിപ്പിക്കുന്നു? വിഷ്ണുവിനെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത ഒൻപതാമത്തെ ചോദ്യമാണ്: പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ ബലരാമ സുഭദ്ര വിഗ്രഹങ്ങൾ ഏത് മരം കൊണ്ട് ഉണ്ടാക്കിയതാണ്? വേപ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ ബലരാമ സുഭദ്ര വിഗ്രഹങ്ങൾ ഏത് മരം കൊണ്ടുണ്ടാക്കിയതാണ്? വേപ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഏതാണ്? വേപ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അടുത്ത നമ്മുടെ പത്താമത്തെ ചോദ്യമാണ്: ദക്ഷിണ കൊടുക്കുവാൻ സാധാരണയായി ഉപയോഗിക്കുന്നത് എന്താണ്? എല്ലാവർക്കും അറിയാമത് വെറ്റിലയാണ്. അപ്പോൾ ദക്ഷിണ കൊടുക്കുവാനായിട്ട് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? അത് വെറ്റിലയാണ് ഉപയോഗിക്കുന്നത്. ദക്ഷിണ കൊടുക്കാൻ എന്ത് ഉപയോഗിക്കും? വെറ്റില ഉപയോഗിക്കും. അടുത്ത 11ാമത്തെ ചോദ്യം: രാമായണം എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത്? രാമൻ്റെ അയനമാണ്, അല്ലെങ്കിൽ രാമൻ്റെ യാത്ര. അപ്പോൾ രാമായണം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? രാമൻ്റെ അയനം, രാമൻ്റെ യാത്ര. അപ്പോൾ രാമായണം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? രാമൻ്റെ അയനം, അല്ലെങ്കിൽ രാമൻ്റെ യാത്ര. അടുത്ത നമ്മുടെ 12ാമത്തെ ചോദ്യമാണ്: ഭരതൻ എന്ന പേരിൻ്റെ അർത്ഥം എന്ത്? ഭരണ നിപുണൻ എന്നാണ്. അപ്പോൾ ഭരതൻ എന്ന പേരിൻ്റെ അർത്ഥം എന്താണ്? ഭരണ നിപുണൻ എന്നാണ് ഭരതൻ എന്ന പേരിൻ്റെ അർത്ഥം. എന്താണ്? ഭരത നിപുണൻ. അടുത്ത്
13ാമത്തെ ചോദ്യമാണ്, ഗൗതമ മുനി അഹല്യയെ ശപിച്ചത് എന്ത്? കല്ലായി തീരാനാണ് ശപിച്ചത്. അപ്പോൾ നമ്മുടെ ഗൗതമ മുനി അഹല്യയെ ശപിച്ചത് എന്തായിട്ട് തീരാനാണ്? നീ കല്ലായി തീരട്ടെ എന്നാണ് ഗൗതമ മുനി അഹല്യയെ ശപിച്ചത്. അടുത്ത് 14ാമത്തെ ചോദ്യമാണ്, ദശരഥൻ്റെ പ്രധാനമന്ത്രി ആരായിരുന്നു? സുമന്ത്രനാണ്. അപ്പോൾ ദശരഥൻ്റെ പ്രധാനമന്ത്രി ആരായിരുന്നു? സുമന്ത്രനാണ് ദശരഥൻ്റെ പ്രധാനമന്ത്രി. അപ്പോൾ ദശരഥൻ്റെ പ്രധാനമന്ത്രി ആരായിരുന്നു? സുമന്ത്രനാണ് ദശരഥൻ്റെ പ്രധാനമന്ത്രി ആയിരുന്നത്. അടുത്ത 15ാമത്തെ ചോദ്യമാണ്, എഴുത്തച്ഛൻ്റെ ജന്മദേശം എവിടെയാണ്? മലപ്പുറം ജില്ലയിലെ തിരൂരിലെ തുഞ്ചൻ പറമ്പിലാണ്. അപ്പോൾ നമ്മുടെ തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? മലപ്പുറം ജില്ലയിലെ തിരൂരിലെ തുഞ്ചൻ പറമ്പിലാണ് എഴുത്തച്ഛൻ്റെ ജന്മദേശം. അടുത്ത 16ാമത്തെ ചോദ്യമാണ്, തന്ത്രസമുച്ചയത്തിലെ ശ്ലോകസംഖ്യ എത്രയാണ്? ഏതാണ്? 2896 ആണ്. അപ്പോൾ തന്ത്രസമുച്ചയത്തിലെ ശ്ലോകസംഖ്യ ഏതാണ്? 2896. അപ്പോൾ തന്ത്രസമുച്ചയത്തിലെ ശ്ലോകസംഖ്യ എത്രയാണ്? 2896. അപ്പോൾ തന്ത്രസമുച്ചയത്തിലെ ശ്ലോകസംഖ്യ എത്രയാണ്? 2896. അടുത്ത 17ാമത്തെ ചോദ്യമാണ്, ക്ഷേത്രങ്ങളിൽ രാത്രിയിൽ ഉപയോഗിക്കുന്ന രാഗം ആനന്ദഭൈരവി രാഗമാണ്. അപ്പോൾ ക്ഷേത്രങ്ങളിൽ രാത്രിയിൽ ഉപയോഗിക്കുന്ന രാഗം ഏതാണ്ടാ? ആനന്ദഭൈരവി രാഗമാണ്. അപ്പോൾ നമ്മുടെ ക്ഷേത്രങ്ങളിൽ രാത്രിയിൽ ഉപയോഗിക്കുന്ന ഏതാണ്? ആനന്ദഭൈരവി രാഗമാണ്. അപ്പോൾ രാത്രിയിൽ ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്ന രാഗം ഏതാണ്? ആനന്ദഭൈരവി രാഗം. അടുത്ത നമ്മുടെ 18ാമത്തെ ചോദ്യമാണ്, ഇന്ദ്രധ്വജ പ്രതിഷ്ഠയ്ക്കുള്ള ശുഭമുഹൂർത്തമേത്? ഭാദ്രമാസത്തിലെ ശുക്ല ദ്വാദശി നാളിലാണ്. അപ്പോൾ ഇന്ദ്രധ്വജ പ്രതിഷ്ഠയ്ക്കുള്ള ശുഭമുഹൂർത്തം ഏതാണ്? ഭാദ്രമാസത്തിലെ ശുക്ല ദ്വാദശി നാളിലാണ്. ചോദ്യം ഒന്നുകൂടി പറയുകയാണ്, ഇന്ദ്രധ്വജ പ്രതിഷ്ഠയ്ക്കുള്ള ശുഭമുഹൂർത്തം ഏതാണ്? ഭാദ്രമാസത്തിലെ ശുക്ല ദ്വാദശി നാളിലാണ്. അടുത്ത നമ്മുടെ 19ാമത്തെ ചോദ്യം, ധ്വജത്തിൻ്റെ അളവ് നിശ്ചയിക്കുന്നത് ഏതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്? ശ്രീകോവിലിൻ്റെ ഗർഭഗൃഹത്തിൻ്റെ വാതിൽ കണക്കിന് അനുപാതമായിട്ടാണ്. അപ്പോൾ നമ്മുടെ ധ്വജത്തിൻ്റെ അളവ് നിശ്ചയിക്കുന്നത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്? ശ്രീകോവിലിൻ്റെ ഗർഭഗൃഹത്തിൻ്റെ വാതിൽ കണക്കിന് അനുപാതമായിട്ട് ആണ്. അടുത്ത നമ്മുടെ 20ാമത്തെ ചോദ്യമാണ്, അഷ്ടമംഗല്യം ഏതെല്ലാമാണ് അഷ്ടമംഗല്യം? ഏതൊക്കെയാണ്? കുരവ, ദർപ്പണം, ദീപം, കലശം, വസ്ത്രം, അക്ഷതം, അങ്കന, സ്വർണം. അപ്പോൾ അഷ്ടമംഗല്യം ഏതെല്ലാമാണ്? കുരവ, ദർപ്പണം, ദീപം, കലശം, വസ്ത്രം, അക്ഷതം, അങ്കന, സ്വർണം. അപ്പോൾ ഇതൊക്കെയാണ് അഷ്ടമംഗല്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അഷ്ടമംഗല്യങ്ങൾ ഏതെല്ലാമാണ്? കുരവയുണ്ട്, ദർപ്പണമുണ്ട്, ദീപമുണ്ട്, കലശമുണ്ട്, വസ്ത്രമുണ്ട്, അക്ഷതമുണ്ട്, അങ്കനയുണ്ട്, സ്വർണമുണ്ട്. അടുത്ത നമ്മൾ 21ാമത്തെ ചോദ്യമാണ്, തിരുവിതാംകൂർ കൊച്ചി ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് അനുസരിച്ച് ഗവൺമെൻറ് അംഗീകരിച്ച വർഷം 1950. അപ്പോൾ തിരുവിതാംകൂർ കൊച്ചി ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് അനുസരിച്ച് ഗവൺമെൻറ് അംഗീകരിച്ച വർഷം 1950. അപ്പോൾ തിരുവിതാംകൂർ കൊച്ചി ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് അനുസരിച്ച് ഗവൺമെൻറ് അംഗീകരിച്ച വർഷം എന്നാണ്? 1950. എന്താണ്? 1950. അടുത്ത 22ാമത്തെ ചോദ്യമാണ്, വിശപ്പും രോഗവും ശമിക്കാനായിട്ട് വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെ ഉപദേശിച്ച മന്ത്രമേത്? ബലയും അതിബലയുമാണ്. അപ്പോൾ നമ്മുടെ വിശപ്പും രോഗവും ശമിക്കുവാനായിട്ട് വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെ ഉപദേശിച്ച മന്ത്രം ഏത്? ബലയും അതിബലയും. മനസ്സിലായല്ലോ. അപ്പോൾ വിശപ്പും രോഗവും ശമിക്കാനായിട്ട് വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെ ഉപദേശിച്ച മന്ത്രം ഏതാണ്? ബലയും അതിബലയും. 25ാമത്തെ ചോദ്യമാണ് അടുത്ത് പറയാൻ പോകുന്നത്,
വിശ്വാമിത്രൻ ദശരഥനെ സമീപിച്ചത് എന്തിനാണ്? യാഗരക്ഷയ്ക്കാണ്. അപ്പോൾ വിശ്വാമിത്രൻ ദശരഥനെ സമീപിച്ചത് എന്തിനാണ്? യാഗരക്ഷയ്ക്കാണ് വിശ്വാമിത്രൻ ദശരഥനെ സമീപിച്ചത്. അപ്പോൾ വിശ്വാമിത്രൻ ദശരഥനെ സമീപിച്ചത് എന്തിനാണ്? യാഗരക്ഷയ്ക്കാണ് വിശ്വാമിത്രൻ ദശരഥനെ സമീപിച്ചത്. അടുത്ത് 26ാമത്തെ ചോദ്യമാണ്. അധ്യാത്മരാമായണം രചിച്ചതാര്? ആരാണ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. അപ്പോൾ അധ്യാത്മരാമായണം രചിച്ചതാരാണ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്. അടുത്ത 27ാമത്തെ ചോദ്യമാണ്. സാധാരണ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന 3 പൂജകൾ ഏതൊക്കെയാണ്? ഉഷപൂജ, ഉച്ചപൂജ, അത്താഴപൂജ. അപ്പോൾ സാധാരണ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന 3 പൂജകൾ ഏതൊക്കെയാണ്? ഉഷപൂജ, ഉച്ചപൂജ, അത്താഴപൂജ. അപ്പോൾ സാധാരണയായി ക്ഷേത്രങ്ങളിൽ നടക്കുന്ന 3 തരം പൂജകൾ ഏതൊക്കെയാണ്? ഉഷപൂജ, ഉച്ചപൂജ, അത്താഴ പൂജ. അടുത്ത 28ാമത്തെ ചോദ്യമാണ്. പ്രധാനപ്പെട്ട 3 കലശവിധികൾ ഏതെല്ലാമാണ്? നവീകരണ കലശം, ദ്രവ്യ കലശം, അഷ്ടബന്ധ കലശം. അപ്പോൾ പ്രധാനപ്പെട്ട 3 കലശവിധികൾ ഏതെല്ലാമാണ്? നവീകരണ കലശം, ദ്രവ്യ കലശം, അഷ്ടബന്ധ കലശം. അപ്പോൾ പ്രധാനപ്പെട്ട 3 കലശവിധികൾ ഏതെല്ലാമാണ്? നവീകരണ കലശം, ദ്രവ്യ കലശം, അഷ്ടബന്ധ കലശം. മനസ്സിലായല്ലോ? പ്രധാനപ്പെട്ട 3 കലശവിധികൾ ഏതെല്ലാമാണ്? നവീകരണ കലശം, ദ്രവ്യ കലശം, അഷ്ടബന്ധ കലശം. അടുത്ത് 29ാമത്തെ ചോദ്യം. നന്ദി മഹർഷിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട ക്ഷേത്രം? അത് കാശി ക്ഷേത്രമാണ്. ഇപ്പോൾ നന്ദി മഹർഷിയുടെ സമാധിയുമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്രം ഏതാണ്? അത് കാശിയാണ്. അപ്പോൾ നന്ദി മഹർഷിയുടെ ചോദ്യം ഒന്നുകൂടി പറയാം. നന്ദി മഹർഷിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട ക്ഷേത്രം ഏതാണ്? അത് കാശി ക്ഷേത്രമാണ്. അടുത്ത് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ 30ാമത്തെ ചോദ്യമാണ്. 1950 ആക്ട് പ്രകാരം രൂപീകരിച്ച ദേവസ്വം ബോർഡിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? PGN ഉണ്ണിത്താനാണ്. അപ്പോൾ നമ്മുടെ 1950 ആക്ട് പ്രകാരം രൂപീകരിച്ച ദേവസ്വം ബോർഡിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? PGN ഉണ്ണിത്താനാണ്. അപ്പോൾ 1950 ആക്ട് പ്രകാരം രൂപീകരിച്ച ദേവസ്വം ബോർഡിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? PGN ഉണ്ണിത്താനാണ്. അപ്പോൾ 1950 ആക്ട് പ്രകാരം രൂപീകരിച്ച ദേവസ്വം ബോർഡിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? PGN ഉണ്ണിത്താനാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് എന്ത് ചെയ്തത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കിയത്. അപ്പോൾ എന്ത് ചെയ്യാം, ഇന്ന് പറഞ്ഞ ചോദ്യങ്ങൾ നമുക്ക് ഒന്നും കൂടി റിവൈസ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ചോദ്യം എന്ന് പറയുന്നത്, ഗുരുവായൂർ ക്ഷേത്രത്തിൽ അവർണ ഹിന്ദുക്കൾക്ക് പ്രവേശന സ്വാതന്ത്ര്യം അനുവദിച്ചു കിട്ടിയ മദ്രാസ് സർക്കാരിൻ്റെ ക്ഷേത്രപ്രവേശന നിയമം നിലവിൽ വന്നതെന്നാണ്? 1947 ജൂൺ 12-നാണ്. പ്രേതബാധ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ക്ഷേത്രം ചോറ്റാനിക്കര ക്ഷേത്രമാണ്. നിലവിളക്കിലെ തിരി ഏത് ദേവനെ സൂചിപ്പിക്കുന്നു? ശിവനെയാണ് സൂചിപ്പിക്കുന്നത്. വിവേകാനന്ദൻ്റെ ഗുരു ആരാണ്? ശ്രീരാമകൃഷ്ണ പരമഹംസരാണ്. ഷഷ്ടിവ്രതം ആരുടെ പ്രീതിക്ക് വേണ്ടിയാണ്? സുബ്രഹ്മണ്യൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര്? കുഞ്ഞൻ പിള്ള. വിഷ്ണുവിന് ഉപയോഗിക്കുന്ന പൂജാപുഷ്പം തുളസിയാണ്. അദ്വൈത മതം സ്ഥാപിച്ചത് ശങ്കരാചാര്യരാണ്. നിലവിളക്കിൻ്റെ തണ്ട് ഏത് ദേവനെ സൂചിപ്പിക്കുന്നു? വിഷ്ണുവിനെ സൂചിപ്പിക്കുന്നു. പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ ബലരാമ സുഭദ്രാ വിഗ്രഹങ്ങൾ ഏത് മരം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു? വേപ്പ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ദക്ഷിണ കൊടുക്കുവാൻ സാധാരണയായി ഉപയോഗിക്കുന്ന എന്താണ്? വെറ്റിലയാണ്. രാമായണം എന്ന പദത്തിൻ്റെ അർത്ഥം? രാമൻ്റെ അയനം അല്ലെങ്കിൽ രാമൻ്റെ യാത്ര. ഭരതൻ എന്ന പേരിൻ്റെ അർത്ഥം? ഭരണ നിപുണൻ. ഗൗതമ മുനി അഹല്യയെ ശപിച്ചത് എന്തായി തീരാനാണ്?
എന്തായി തീരാൻ? കല്ലായി തീരട്ടെ. ദശരഥൻ്റെ പ്രധാനമന്ത്രി ആരായിരുന്നു? സുമന്ത്രനാണ്. ആരാണ്? സുമന്ത്രൻ. എഴുത്തച്ഛൻ്റെ ജന്മദേശം മലപ്പുറം ജില്ലയിലെ തിരൂരിലെ തുഞ്ചൻ പറമ്പാണ്. തന്ത്രസമുച്ചയത്തിലെ ശ്ലോകസംഖ്യ ഏത്? 2896. ക്ഷേത്രങ്ങളിൽ രാത്രിയിൽ ഉപയോഗിക്കുന്ന രാഗം ആനന്ദഭൈരവി രാഗമാണ്. ഇന്ദ്രധ്വജ പ്രതിഷ്ഠയ്ക്കുള്ള ശുഭമുഹൂർത്തമേത്? ഭാദ്രമാസത്തിലെ ശുക്ലദ്വാദശി നാളിലാണ്. ധ്വജത്തിൻ്റെ അളവ് നിശ്ചയിക്കുന്നത് ഏതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു? ശ്രീകോവിലിൻ്റെ ഗർഭഗൃഹത്തിൻ്റെ വാതിൽ കണക്കിന് അനുപാതമായി. അഷ്ടമംഗല്യം ഏതെല്ലാം? കുരവ, ദർപ്പണം, ദീപം, കലശം, വസ്ത്രം, അക്ഷതം, അങ്കന, സ്വർണം. തിരുവിതാംകൂർ കൊച്ചി ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് അനുസരിച്ച് ഗവൺമെൻറ് അംഗീകരിച്ച വർഷം 1950. വിശപ്പും രോഗവും ശമിപ്പിക്കുവാൻ വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെ ഉപദേശിച്ച മന്ത്രം ബലയും അതിബലയും. വിശ്വാമിത്രൻ ദശരഥനെ സമീപിച്ചത് എന്തിനാണ്? യാഗരക്ഷയ്ക്കാണ്. അധ്യാത്മരാമായണം രചിച്ചതാരാണ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. സാധാരണ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന 3 പൂജകൾ ഏതൊക്കെയാണ്? ഉഷപൂജ, ഉച്ചപൂജ, അത്താഴപൂജ. പ്രധാനപ്പെട്ട 3 കലശവിധികൾ ഏതെല്ലാം ഉണ്ടാവും? നവീകരണ കലശം, ദ്രവ്യകലശം, അഷ്ടബന്ധ കലശം. നന്ദി മഹർഷിയുടെ സമാധിയുമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്രം ഏതാണ്? അത് കാശിയാണ്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ചോദ്യം ഏതാണ്? നമ്മുടെ 1950 ആക്ട് പ്രകാരം രൂപീകരിച്ച ദേവസ്വം ബോർഡിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? അത് PGN ഉണ്ണിത്താനാണ്. ആരാണ്? PGN ഉണ്ണിത്താൻ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കിയത്. ഓക്കെ.